وعلى أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ വിശുദ്ധൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങൾക്ക് മുഴുവനും അല്ലാഹു പരിപൂർണ്ണമായി ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു ഹദീസാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാവർത്തികമാക്കാൻ എല്ലാ ദിവസവും നമ്മുടെ നന്മകളിൽ അത് ചേർത്ത് നമ്മുടെ നന്മകൾക്ക് വിശാലമാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കൊരു തസ്ബീഹ് തരികയാണ്. ഇക്രിസില്ലാതെ തസ്ബീഹ് തരുന്നത് ഒരു ഹെൽപ്പ് ചെയ്യുക. തസ്ബീഹ് കൊടുത്തു. ഞാൻ അദ്ദേഹത്തിന് ഒരു ഹെൽപ്പ് ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ വേണ്ടി പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ തസ്ബീഹ് എടുത്ത് എന്താ പറയുന്നത് കുറവായിട്ട് പറഞ്ഞ സാമ്പിൾ പറഞ്ഞു. എൻ്റെ ഒരു പേര് പറയുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് പെട്ട ഒരാളെ എടുത്തെടുത്തു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കടയിൽ ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. എൻ്റെ വണ്ടി നടത്തി എനിക്കൊരാൾ ചായ വാങ്ങിച്ചു. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മഹത്തായ ഒരു സംസ്കാരം, നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്കാരം. അതിന്റെ സ്ഥാനത്ത് പാശ്ചാത്യന്റെ സംസ്കാരം കയറി വന്നിട്ടുള്ള ഒരു സംസ്കാരം. മറ്റ് ഇതര മതസ്ഥരോട് പറഞ്ഞു കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നിങ്ങളുടെ ഔദ്യോഗിക ഫീൽഡുകളിൽ നിങ്ങളുടെ കൂടെ സഹപ്രവർത്തകരായ മറ്റ് വിശ്വാസികളുടെ കൂടെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ വിശ്വാസിയോട് പറഞ്ഞു തരേണ്ട ഒരു ഉത്തരവാദിത്വമുള്ള ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആർക്ക് പറയാം? ജസാക്കല്ലാഹു ഖൈറ. ഇതിനേക്കാൾ മെച്ചമായ ഒരു സമ്മാനം തിരിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു കാര്യം പഠിപ്പിച്ചില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ സുനിഅ ബിഹി മഅറൂഫുൻ ഫഖാല ലിഫാഇലിഹി ജസാക്കല്ലാഹു ഖൈറ ഫഖദ് അബ്ലഗ ഫി സനാഇ. ഒരാൾ ഒരു നന്മ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ഒരാൾ ചെയ്തു തന്നു, നിങ്ങൾക്കൊരു നന്മ ചെയ്തു, ആ ചെയ്ത മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറയണം ജസാക്കല്ലാഹു ഖൈറ. അല്ലാഹു നിങ്ങൾക്ക് മെച്ചമായ ഒരു പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ. ഫഖദ് അബ്ലഗ ഫി സനാഇ. ഇത് ഏറ്റവും മെച്ചമായ, ഇതിനേക്കാൾ മെച്ചമായ ഒരു വർത്തമാനമില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രത്യുപകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ പഠിപ്പിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ നിങ്ങൾ പ്രത്യുപകാരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? തസ്ബീഹ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോ ആ തസ്ബീഹ് കൊടുത്തതിന്റെ പേരിൽ ഒരു 100 രൂപ എടുത്ത് അതിന്റെ കൂലിയായിട്ട് എനിക്ക് തരാൻ അദ്ദേഹത്തിന് ഉണ്ടാകില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉപകാരം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരാൾ ഉപകാരം ചെയ്തു തരുമ്പോ ആ ഉപകാരത്തിന് പകരമായി നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദഉ ലഹു. നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എത്രത്തോളം അയാൾക്ക് അത് കണ്ടിട്ട് ഇത് വലിയൊരു പ്രത്യുപകാരമാണല്ലോ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നത് വരെ നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ആയിഷ റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല ഹദീസിൽ കാണാം, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഖ്ബലുൽ ഹദിയ്യത, സമ്മാനങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുമായിരുന്നു. എന്നിട്ട് വയുത്രിബു അലൈഹി, അതിന് പകരമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യുപകാരം നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, ഒരാള് ജസാക്കല്ലാഹു ഖൈറ എന്നതിന്റെ പ്രതിഫലം ഒരാൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അയാളുടെ ജീവിതത്തിൽ മുഴുവനും അത് ജസാക്കല്ലാഹു ഖൈറ പറയാൻ വേണ്ടി അയാൾ ഓടി നടക്കുമായിരുന്നു എന്ന്. നമ്മളാരും അത് പറയാറില്ല. എത്രയോ ദൈനംദിനം ഒരു ദിവസം 100 അല്ല 1000 കണക്കിന് ഹെൽപ്പ് നമുക്ക് വരാൻ മറ്റൊരാൾ ചെയ്യും, മറ്റേതെങ്കിലും ഒക്കെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കേവലം നമ്മുടെ ചെരുപ്പ് അല്ലെങ്കിൽ നമ്മുടെ പേന എന്തല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പരസഹായമില്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭാര്യ ഒന്നും വേണ്ട, നൂറുകണക്കിന് ജസാക്കല്ലാഹു ഖൈറ നമ്മുടെ ഭാര്യയോട് പറയാം, മക്കളോട് പറയാം, നമ്മുടെ കുടുംബത്തോട് പറയാം, നമ്മുടെ സഹോദരങ്ങളോട് പറയാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് നന്മയാണ് കിട്ടുന്നത്. ജസാക്കല്ലാഹു ഖൈറ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ കാണാം. ശുക്ർ നമ്മൾ സാധാരണ പറയാം, ടാക്സ് എന്ന് പറയുന്ന പകരം ശുക്ർ എന്ന് പറഞ്ഞു പോകാറുണ്ട്. ആ ശുക്ർ എന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ജസാക്കല്ലാഹു ഖൈറ പഠിക്കണം. വിശുദ്ധമായ കിതാബുകളിൽ കാണാം ഈ ശുക്ർ എന്ന പദത്തെക്കാൾ വളരെ അർത്ഥവ്യാപ്തിയുള്ള ഏറ്റവും മേന്മയുള്ള ഒരു പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. സാധാരണ ഗൾഫിലൊക്കെ നിന്ന് ശീലിച്ച ആൾക്കാരൊക്കെ സൗദിയിലൊക്കെ പറയുന്നത് ശുക്ര എന്ന് പറഞ്ഞ് പോകാറുണ്ട്. പക്ഷേ അസ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസിയോട് ചെയ്യുന്ന ഉത്തരവാദിത്വ ബോധമാണ് ജസാക്കല്ലാഹു ഖൈറ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൂടെ ഒരുപാട് നന്മ, ആ ജസാക്കല്ലാഹു ഖൈറ എന്നതിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മകൾ, നമ്മുടെ ഖബർ ജീവിതത്തിന്റെ രക്ഷ, സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര, വിജയം, അതുപോലെ തന്നെ നരകമോചനം, സിറാത്തിലെ രക്ഷ, ഇങ്ങനെ എല്ലാ നന്മകളും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജസാക്കല്ലാഹു ഖൈറ. അല്ലാഹു തആല പതിവാക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയുള്ള കാര്യങ്ങൾ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.